Good morning back, Pune. ഒരു വീക്കെൻഡ് ആണെന്ന് അറിയുമ്പോൾ തന്നെ എന്തൊരു സമാധാനം, ശാന്തിയും സമാധാനവും നിറഞ്ഞ ആ ശനിയാഴ്ചയാണ് ഇന്ന്. നമുക്കൊന്ന് പുറത്തു പോയി നോക്കാം എങ്ങനെയുണ്ട് ക്ലൈമറ്റ് എന്ന്. ഓ വാവ്, നല്ല തണുത്ത കാറ്റ്, അടിപൊളി. ഇങ്ങനെ വെയിൽ നമുക്ക് അവിടെ കാണുന്നുണ്ട്, പക്ഷെ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. സ്കൂളാണ് അവിടെ ഉള്ളത്. ഇന്നലെ ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻ ആയിരുന്നു. കുട്ടികളെല്ലാവരും ആ സ്റ്റെപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ ഓടിപ്പോകുന്നൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സ്കൂൾ ടൈം നമ്മൾ ആലോചിച്ച് പോവും. ഇപ്പോഴും നമുക്ക് അവിടുന്ന് പിള്ളേരുടെ ബഹളം ഇങ്ങോട്ട് കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ മൈക്ക് ഓഫ് ചെയ്യാം. അവിടുന്ന് പിള്ളേർ സംസാരിക്കുന്ന സൗണ്ട് ഇങ്ങോട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് നമുക്കുള്ള ടാസ്ക് ഈ ബാൽക്കണി വൃത്തിയാക്കാനാണ്. ഞാൻ ആ സൈഡിലേക്ക് വല്ലാതെ പോകുന്നില്ല, കാരണം ഈ ഫാന് നേരാക്കാൻ വേണ്ടി വന്ന് അയാൾ അവിടെ ഇരുന്ന് നേരാക്കി. അപ്പം അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിന് കൊടുത്ത ടിഷ്യൂ റോളാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അതാണ് ടാസ്ക്. ഇന്ന് ക്ലീൻ ചെയ്യണം. ഈ വീക്കിൽ ഞാൻ വാങ്ങിയ സാധനങ്ങൾ, പിന്നെ കുക്കിങ്ങും കുറച്ച് നമുക്ക് ഈ ബാൽക്കണി നമുക്കൊന്ന് റെഡി ആക്കി ഇടുക. യെസ്, ഒഫീഷ്യലി വെൽക്കം ടു മൈ വീക്കെൻഡ് വ്ളോഗ്. ഞാൻ എൻ്റെ വർക്കിംഗ് ഡ്രസ്സിലേക്ക് മാറിയിട്ടുണ്ട്, വിച്ച് ഇസ് എ ഷോർട്സ് ആൻഡ് എ ടീഷർട്ട്. പിന്നെ ഒബ്വിയസ്ലി ടീഷർട്ട് മോനുൻ്റെയാണ്. ഹാവ് എവറിഥിങ് വാട്ട് ഐ നീഡ്. സോ നമുക്ക് ആദ്യം ഈ കിളികളുടെ വേസ്റ്റ് ഒക്കെ ഒന്ന് കളയാൻ. കാരണം നല്ല വെയിലടിക്കുന്നുണ്ട് കാലിലോട്ട്. അലക്സ, മ്യൂസിക് പ്ലീസ്. രാവിലെ കണ്ട നിലമാണോ ഇപ്പോൾ? അല്ലല്ലോ. യെസ്, നമ്മളിവിടെയൊക്കെ ക്ലീനാക്കി. ബട്ട് എനിവേസ്, ഗുഡ് ജോബ് ആഷ്. അവിടെ നമുക്ക് കുറച്ച് ചെടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ആക്ച്വലി ഞാൻ ഭയങ്കര ത്രിൻഡ് ഔട്ടാണ് ഈ സമയം, കാരണം നല്ല വെയിലുണ്ടായിരുന്നു. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഇറ്റ് ടു ബി ദിസ് സണ്ണി ഔട്ട്സൈഡ്. ആൻഡ് ഞാൻ പോയി കുളിക്കട്ടെ. ഞാൻ കുളിക്കാൻ പോകുന്ന വഴിയിലാണ് ഈ ബെഡ് ഇങ്ങനെ കണ്ടത്. ഈ ഇങ്ങനെ കിടക്കുന്ന ബെഡ് കണ്ടിട്ട് എനിക്ക് എങ്ങനെ കുളിക്കാൻ പോകാൻ പറ്റും? എൻ്റെ മൈൻഡ് അതിന് എന്നെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്നാൽ പിന്നെ ഇതും കൂടി ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ ഇവിടെ ഒന്ന് അടിച്ചു വാരിയിട്ട് പോകാൻ, നില മൊത്തം പൊടിയാണല്ലോ എന്ന്. അടിച്ചു വാരി കഴിഞ്ഞാൽ പിന്നെ തുടയ്ക്കണമല്ലോ. അങ്ങനെ അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും സത്യം പറഞ്ഞാൽ എൻ്റെ ഊപ്പാടിളകിപ്പോയി. മോനും എൻ്റെ പിന്നാലെ നടന്ന്, എന്തിനാ നീ രാവിലെ തൊട്ട് റോബോനെ പോലെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്, കുറച്ച് നേരം വന്നിരിക്കുക, ടി വി കാണാം, റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ ഒരു ഫ്ലോയിൽ ചെയ്യാൻ പറ്റിയാലാണ് അങ്ങ് പോവുള്ളൂ. പിന്നെ ഞാൻ കുളി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്നാൽ ഇതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഫൈനലി നമ്മൾ ലഞ്ച് കഴിക്കുകയാണ്, ടി വി കണ്ടിട്ട്. അപ്പോൾ ഈ ടോപ്പ് നമ്മൾ ലാസ്റ്റ് വീക്ക് ഒരു മോളിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലീ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ്. ഈ കോട്ടൺ കുർത്താസ് ഞാൻ ദീപാവലിക്ക് ഇട്ടതിന് ശേഷം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഞാനിങ്ങനെ ഇൻ്റർനെറ്റ് ഫുള്ള് സെർച്ച് ചെയ്യുകയാണ് അതിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് മോനുൻ്റെ കസിൻ്റെ വൈഫ് പറഞ്ഞത്, നമുക്കിങ്ങനെ ഒരു മോളുണ്ട്, അവിടെ ഈ കോട്ടൺ കുർത്താസ് അടിപൊളിയായിട്ട് കിട്ടും, ഈ നീ വാ നമുക്ക് പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അവിടെ പോയി. ഫസ്റ്റ് വണ്ണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതാണ്. ഇത് നല്ല അടിപൊളി ടോപ്പാണ്. ഞാൻ ഇന്ന് എന്തായാലും ഇതെല്ലാം ഇട്ടിട്ട് ഒരു വീഡിയോ എടുക്കണം. ഇതിനിപ്പോൾ ഞാൻ ആ ദീപാവലിക്ക് ആ ടോപ്പ് ഇട്ടപ്പം മോന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ മോന് പറഞ്ഞു, ഒരു 2-3 ടോപ്പ് കൂടി എടുക്കുക, ഞാൻ വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതാണ് വേറൊരു ടോപ്പ്, നെക്കാണ്. ഓഫീസിലേക്കൊക്കെ ഇടാം നമുക്കിത്, കാരണം ഹൈനെക്കാണ് വരുന്നത്. പിന്നെ സ്ലീവ്ലെസ് ഓഫീസിലേക്ക് ഓക്കെ ആണ്, അൺടിൽ ആൻഡ് അൺലെസ് ഭയങ്കര റിവീലിംഗ് ഒന്നും അല്ലെങ്കിൽ. നല്ലൊരു കളറാണ്, അത് കണ്ണി കുത്തുന്ന പോലത്തെ ഷെയ്ഡല്ല. തേർഡ് ടോപ്പും അതേപോലെ തന്നെയാണ് സ്ലീവ് വരുന്നത്, പക്ഷെ അതിൻ്റെ നെക്ക് വി നെക്കാണ്. ബാക്കിൽ ഇങ്ങനെ നമുക്കൊരു നോട്ടാണ്
കെട്ടാൻ. ബാക്കിലും വി ആണ്. കുറച്ച് ഇത് ഒരു ആലിയ കട്ട് എന്ന് പറയുന്ന പോലെ, പക്ഷെ ഇവിടുന്ന് കുറച്ചൊന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു പഫായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ടോപ്പാണ്. പിന്നെ ഉള്ളത് ഇതൊരു ബ്ലേസർ പോലെ നമുക്ക് ഓഫീസിലേക്ക് ഇടാം, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് ബ്ലാക്ക് ഫുൾ സ്ലീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടോപ്പോ ടീഷർട്ട് ഇട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ ഇത് ഇടാൻ പറ്റും, അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് ഇടാം. ഇതും നമുക്ക് ഓഫീസിലേക്ക് ഇടാൻ പറ്റുന്നതാണ്. ദിസ് ഇസ് റിവേഴ്സിബിൾ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പുറത്തുനിന്ന് ഇത് നോക്കിക്കഴിഞ്ഞാല് ബ്ലൂവിലും ബ്ലാക്കിലുമാണ് റെഡ് വരുന്നത്. പക്ഷെ ഇത് നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് റെഡിലാണ് വർക്ക് വരുന്നത്. ഡബിൾ ഷെയ്ഡാണ് കാണുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും ആക്ച്വലി അതിൽ കളർ ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പോയത് DIY എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറാണ്. DIY നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഡു ഇറ്റ് യുവർ സെൽഫ് എന്നാണ് അതിനെ പറയുന്നത് തന്നെ. പക്ഷെ അവിടെ അങ്ങനെയല്ല, എന്തുകൊണ്ട് അവരങ്ങനെ പേരിട്ടത് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈമാണ് DIY സ്റ്റോറിലേക്ക് പോകുന്നത്. അപ്പൊ ഞാൻ പുറത്തുനിന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, മിനിസോ പോലെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. മിനിസോയിലുണ്ടല്ലോ നല്ല ക്യൂട്ട് സാധനങ്ങളായിരിക്കും, വല്ല അളവില്ലാത്ത ഒരു വിലയായിരിക്കുമല്ലോ. പക്ഷെ എല്ലാം കുഴപ്പമില്ല, നല്ല അഫോർഡബിൾ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങൾ വാങ്ങാം. അപ്പൊ ഞാൻ ഇത് വാങ്ങിയത് ഫസ്റ്റ് ഒരു ബോ ആണ് തലയിൽ ഇടാൻ വേണ്ടിയിട്ട്. ഇത് പണ്ട് അമ്മമാരിടുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ക്ലിപ്പാണ് ഇവിടെ ഫ്രണ്ടിൽ വരുന്നത്. ഐ ലൈക്ക് ദാറ്റ് എനിവേസ്. ക്രിസ്മസ് ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ഒരു റെഡ് സ്വെറ്ററിൽ ഇതിട്ടിട്ട് ഇടാമെന്നാണ് എൻ്റെ മൈൻഡിൽ. അതല്ലാതെ ഇതേപോലത്തെ വേറൊരു ബോ ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇതല്ലാതെ അവിടെ ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ടായിരുന്നു ക്രിസ്മസിന്റെ. പക്ഷെ നമ്മൾ അനാവശ്യമായി അതൊന്നും വാങ്ങണ്ടല്ലോ, ഇപ്പൊ നമ്മൾ സെറ്റിൽ ആയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളതൊന്നും വാങ്ങിയില്ല. ഇപ്പൊ ഇങ്ങനെ രണ്ടെണ്ണമാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ടൊരു ഹെയർ സ്റ്റൈലായി. കുറേ ബ്രേസ്ലെറ്റ്സും കുറേ മാലകളും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മൈൻഡ് ഇങ്ങനെ വാങ്ങ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ ഒരുപാട്. മോന് വാങ്ങിയ ഒരു ഗ്ലാസ്സസ് ആണ്, അല്ല ഗ്ലാസ്സസ് ആണ്, ഇതിനെന്താ പറയാ, ഗോഗിൾസ് എന്തോ. ഈ സൈക്കിൾ ഓടിക്കുമ്പം ഇത് 200 rupees ആണ് ആക്ച്വൽ MRP, പക്ഷെ അത് ഓഫറിലായിരുന്നു. ഈ സൈക്കിൾ ഓടിക്കുമ്പോഴൊക്കെ പൊടി അടിക്കൂല. മോന് ഇടയ്ക്ക് സൈക്ലിങ്ങിനൊക്കെ പോകാറുണ്ട്. ബാംഗ്ലൂർ എപ്പോഴും സൈക്ലിങ്ങിനൊക്കെ പോയ സമയത്ത് ഭയങ്കര വെയിലൊക്കെ ഉള്ളപ്പോൾ പറയുമായിരുന്നു ഒരു കണ്ണട ഇതിന്റെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായ. അപ്പൊ ഇത് സ്പെക്സ് വെച്ചിട്ട് അതിന്റെ മുകളിലും ഇത് വെക്കാം. ഞാൻ കാണിച്ചു തരാം, നല്ല കോമഡി ആയിരിക്കും എന്നെ. ഇപ്പം ഇങ്ങനെയാണ്, പക്ഷെ ഇതിന്റെ അകത്തുനിന്ന് കാണാൻ ഒരു വൈബ്, അതായത് ഭയങ്കര ഒരു വിന്റേജ് വൈബാണ് ഇതിന്റെ അകത്ത്. സോക്സ് നമ്മൾ വാങ്ങി, ബ്ലാക്കില് വേറെ ഒരെണ്ണം എടുത്തു. അപ്പൊ ബ്ലാക്കിലും ഇതേ നേരത്തെ പോലെ തന്നെ ഇവിടെ മറ്റേ ആ ഒരു സിഗ്സാക് പ്രിന്റ്സും പിന്നെ ഇവിടെ ഒരു ബീനോ എന്തോ ഉണ്ട്. ഇതല്ലാതെ ഒരു ദിവസം മോനു ഓഫീസിൽ നിന്ന് എപ്പോഴും മോന് വരുമ്പോൾ പാതിരാത്രിയാവും. ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ ഉറങ്ങാറില്ല. ഞാൻ ആ സമയത്ത് ഞാനിങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട് ഇങ്ങനെ പാതി മയക്കത്തിലായിരിക്കും. അന്ന് വന്ന ഉടനെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി നിനക്കൊരു സാധനം വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ. അപ്പൊ നമ്മള് ഗേൾ ഇൻ മീ ഗോട്ട് എക്സൈറ്റഡ്. അപ്പൊ ഞാൻ എന്താ കമ്മല് ആണ് വാങ്ങിയത്. അപ്പൊ എന്താന്ന് ഞാൻ തുറന്നു നോക്കിയപ്പോ ഈ 3 ക്യൂട്ട് കമ്മലുകൾ. ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ, ഐ നോ യു വിൽ വാച്ച് ഇറ്റ് ഓർ എൽസ് ഐ വിൽ കിൽ യു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബൈങ് ദീസ് തിങ്സ്. കണ്ടോ, ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ മതി ഗൈസ് ഞങ്ങൾക്കൊക്കെ ഒന്ന് സന്തോഷമാവാൻ. ആ സന്തോഷത്തിൽ പിറ്റേ ദിവസം മോന് വന്നപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു നൈറ്റ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ. കണ്ടോ, ഇങ്ങനെയൊക്കെ കിട്ടുന്ന ഞങ്ങൾ നന്നായിട്ടൊക്കെ അപ്ഗ്രേഡ് ആവും കുക്കിങ്. ഓക്കെ, അത് കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ കുളിച്ചിട്ട് ഈ ചെടി നോക്കാൻ വേണ്ടി പോയി. കുറേ ഉണ്ടായിരുന്നു, ആകെ മൊത്തം കൺഫ്യൂഷനായി. സോ നമ്മൾ നാളെ വന്നിട്ട് ഫൈനലൈസ് ചെയ്യാം. ഇന്നിപ്പോൾ നമ്മൾ ബൈക്കായിട്ടാണ് വന്നത് എന്നെല്ലാം പറഞ്ഞ് കുറേ റേറ്റ് എല്ലാം ചോദിച്ചു വന്നു. ഞാൻ പിന്നെ കാണിക്കാം. അത് കഴിഞ്ഞ് വരുന്ന വഴിയിൽ നമ്മൾ ഇറാനി കഫേ കുറച്ച് ഫേമസ് ആണ് പൂനെയിൽ. അപ്പം നമ്മൾ അവിടെ കയറിയിട്ട് ബൺ മസ്കീൻ ചായയും കുടിക്കാമെന്ന് വിചാരിച്ചു. അത് നമ്മൾ പോകുന്ന വഴി ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ടൈമാണ് അത് കാണുന്നത്. മോനു ഇവിടുത്തെ ചായ നമ്മൾ ഇതിൽ ഒഴിച്ചിട്ട് വേണം കുടിക്കാമെന്ന് പറഞ്ഞ് അതിൽ ഒഴിച്ച് കുടിച്ച് കാണിച്ചു തരികയാണ്. എനിക്കിവിടുത്തെ ചായ കുഴപ്പമില്ല, ഭയങ്കര ക്രീമി ആയിട്ട് തോന്നി മിൽക്ക്. ഞാനത് പ്രതീക്ഷിച്ചല്ല പോയത്. ബട്ട് ബൺ മസ്ക വാസ് നൈസ്. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ബട്ടർ സോൾട്ടഡ് ബട്ടർ ആണെന്ന് തോന്നുന്നു. ഇറ്റ് വാസ് വെരി ഗുഡ് ആക്ച്വലി. ഐ ലൈക്ക് ദാറ്റ്.